വൈകിട്ട് എന്താ പരിപാടി? ചോദ്യം ഇതാണെങ്കിൽ ഇനി പത്തനംതിട്ടക്കാർക്ക് അതിമനോഹരമായ ഒരു മറുപടിയുണ്ട്. ദാ ഈ കാണുന്നത് തന്നെ ടൗൺ സ്ക്വയർ. തിരക്കേറിയ വഴിയോരത്ത് ചാരു ബെഞ്ചുകളിലിരുന്ന് നഗരപ്പാച്ചിലുകൾ കാണാം. സായാഹ്നങ്ങളിൽ തുടങ്ങി നഗരരാത്രികൾ കണ്ട് അങ്ങനെ ഇരിക്കാം. നമ്മൾ പത്തനംതിട്ടക്കാർക്ക് സത്യത്തിൽ കൂട്ടുകാരോടൊക്കെ ഒന്ന് കൂടിയിരിക്കാനും ഒന്ന് വർത്തമാനം പറയാനും ഒരു സ്ഥലമില്ലാതിരിക്കുകയായിരുന്നു. നമ്മുടെ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും നഗരജീവിതത്തിൻ്റെ നവ്യ അനുഭവങ്ങളുമെല്ലാം സംയോജിക്കുന്ന ഒരു ഇടം എന്നുള്ള നിലയിലാണ് നഗരസഭ ടൗൺ സ്ക്വയർ വിഭാവനം ചെയ്യുന്നത്. നഗരത്തിൽ സാംസ്കാരിക കൂട്ടായ്മകൾക്കും ഒരു സാമൂഹ്യ ഇടം എന്നുള്ള നിലയിൽ സ്ഥലങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പത്തനംതിട്ടയുടെ ഈ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ നഗരസഭാ ഭരണസമിതി വലിയ കാഴ്ചപ്പാടോടുകൂടി മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ ടൗൺ സ്ക്വയർ. മുൻപ് മാലിന്യം കൂടിക്കിടന്ന ഇടം നഗര സൗന്ദര്യവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് ടൗൺ സ്ക്വയർ രൂപപ്പെടുന്നത്. നടപ്പാത, കസേരകൾ അടുക്കിയാൽ 500-ലധികം പേർക്ക് ഇരിക്കാനുള്ള ഇടം, മേൽക്കൂരയോട് കൂടിയ വേദി, കോഫി ഷോപ്പ്, ശുചിമുറി എന്നിവയുമുണ്ട്. ഇത് LED വോളാണ്. ഇവിടെ സാമൂഹിക സന്ദേശങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കൊമേഴ്സ്യലായി പരസ്യങ്ങൾ നൽകിയാൽ നഗരസഭയ്ക്ക് വലിയ വരുമാനം ഉണ്ടാകും. KK നായർ, ജസ്റ്റിസ് ഫാത്തിമ ബീബി എന്നിവരുടെ ശില്പങ്ങളും ജീവിതരേഖയും കൂടി വരുന്നതോടെ നഗരചത്വരം ഇരുവർക്കുമുള്ള സ്മാരകമായി കൂടി മാറും. വഞ്ചിപ്പാട്ടിന്റെയും പടയണിയുടെയും നാടുകൂടിയായ മലയോര ജില്ലയുടെ പൈതൃക സ്മൃതി ഉണർത്തുന്നതുകൂടിയാണ് രൂപകൽപ്പന. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.